ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റോടെ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. രക്തദാനം മഹാദാനം എന്നൊക്കെ പറയാറില്ലേ, പക്ഷേ ആ മഹാദാനം ചെയ്യാനായിട്ട് ഞാൻ ലേശം വൈകി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു കോമൺ ഗ്രൂപ്പാണ്, O പോസിറ്റീവ്. അതിന് ആവശ്യക്കാരധികം ഇല്ലാത്തതുകൊണ്ടും അതിന് ലഭ്യത കൂടുതലായതുകൊണ്ടും ഇതിൻ്റെ പുറകെ അധികം പോയിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ റൂംമേറ്റുകളെല്ലാവരും തന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നവരും അത് സ്ഥിരമായിട്ടൊക്കെ പോയി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ സൽമാനിയ ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ വന്നപ്പോൾ അവരുടെ കൂടെ ഞാനും പോയി. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ 38ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത്. സൽമാനിയ ഹോസ്പിറ്റലിൽ എപ്പോൾ വന്നാലും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം കേട്ടോ. സൽമാനിയ കോംപ്ലക്സിൻ്റെ ഏറ്റവും പുറകിലായിട്ട് വരാം, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഈ സൂചി കുത്തുന്നതിനോടുള്ള പേടി കൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്രയൊന്നും പേടിക്കാനൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് പോകാവുന്ന ചെറിയൊരു സംഭവമേ ഉള്ളൂ ഈ ബ്ലഡ് ഡൊണേഷൻ. ഈ ക്യാമ്പയിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ല, ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കൂടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. 3 മാസം കൂടുമ്പോൾ നമുക്ക് പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യാം. അത് അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് പറയും കേട്ടോ. സമയം കിട്ടുമ്പോൾ സ്ഥിരമായിട്ട് പോയി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തവരും പേടി കൊണ്ട് മാറിയിരിക്കുന്നവരൊക്കെ ആ പേടിയൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനായിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ, സീ യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി ബുക്ക്.